അപ്പം 2 ദിവസമായിട്ടും കണ്ണൻകുട്ടി ബലൂൺ വിട്ടിട്ടില്ല കേട്ടോ. ആളെപ്പോഴും ബലൂണും പിടിച്ചുള്ള കളിയാണ്. ഭാഗ്യത്തിന് ബലൂൺ പൊട്ടിയിട്ടുമില്ല. ഇത്ര ദിവസമൊന്നും ബലൂൺ നിൽക്കാറില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ പൊട്ടും, അല്ലെങ്കിൽ അത് ചുങ്ങിയെങ്കിലും പോവാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ബലൂൺ എന്തോ കണ്ണൻ്റെ മനസ്സറിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട് പൊട്ടാണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപേ എല്ലാ സാധനങ്ങളും ഞാൻ മുന്നിൽ നിരത്തി വെച്ചിട്ടാണ് കേട്ടോ ഭക്ഷണം കൊടുക്കാനായിട്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് വേറെ ആരുടെയെങ്കിലൊക്കെ ഹെൽപ്പ് വേണ്ടി വരും. ഇപ്പോൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് മരുന്നെടുക്കാൻ ആരെങ്കിലും വരണം. അത് കഴിഞ്ഞ് പല്ല് തേപ്പിക്കാനായിട്ട് അപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിക്കണമല്ലോ. ഞാൻ കണ്ണനെ ആദ്യം കൊണ്ട് കിടത്തി, പിന്നെ ആദ്യം സാധനങ്ങളെടുത്ത്, പിന്നെ ആദ്യം കണ്ണനെടുത്ത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നും. ഓരോ പ്രാവശ്യം എടുക്കലൊക്കെ ആകുമ്പോഴേ അവനും അങ്ങനെ എടുക്കലും കിടത്തലൊക്കെ ആകുമ്പോൾ അവനും ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും മുന്നിൽ കൊണ്ട് നിരത്തി വെക്കും കേട്ടോ. കൈ കഴുകാനുള്ള വെള്ളവും അവന് പല്ല് തേപ്പിക്കാനുള്ള വെള്ളവും ചോറും മരുന്നും പല്ല് തേക്കാൻ ബ്രഷും പേസ്റ്റ് വരെ ബ്രഷിലെടുത്ത് അത് പിന്നെ ഒരു തുണിയും അങ്ങനെയൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ ഇരിക്കുക. അപ്പം ബലൂണും കൊണ്ടാണ് വന്നേക്കുന്നത്, കയ്യിൽ ബലൂണൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് നേരത്തേക്ക് ആ ബലൂണൊന്ന് മാറ്റി വെക്കി എന്ന് പറഞ്ഞിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചു കേട്ടോ. അല്ലെങ്കിൽ അതിനി പോയി കഴിഞ്ഞ് പിന്നെ അത് എങ്ങോട്ട് പോകുന്ന അങ്ങോട്ടേക്കൊക്കെ ആയിരിക്കും അവൻ്റെ നോട്ടം. അപ്പോൾ അത് കാരണം അതിന് ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടാണ് കേട്ടോ അവന് ഭക്ഷണം കൊടുക്കാനിരുന്നത്. അപ്പം മുട്ട കൊടുക്കാൻ പറ്റില്ലാത്തത് കാരണം ഉരുളൻകിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങിയിട്ടേ അത് മുട്ടയെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാനൊക്കെ നോക്കി. അവിടെ അവനറിയാം ഉരുളൻകിഴങ്ങും മുട്ടേനൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമില്ല ഉരുളൻകിഴങ്ങ് ഞാനങ്ങനെ പുഴുങ്ങിയിട്ടേ ചോറിൽ കുഴച്ച് അങ്ങനെ കൊടുക്കണേ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ വല്ല പരിപ്പോ പയറോ കടല എന്തെങ്കിലുമൊക്കെ അങ്ങനെ വേവിച്ച് കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം മുട്ട ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ട് ചോറ് കൊടുത്തിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ചുമ അങ്ങനെ നല്ല രീതിയിൽ നിൽക്കുമ്പോഴേ ചോറ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മൾ എത്ര ഉടച്ചു എന്ന് പറഞ്ഞാലും അത് ശിരസിൽ കയറി കഴിഞ്ഞാൽ പണിയല്ലേ. അപ്പോൾ പഴമൊക്കെ പുഴുങ്ങിയൊക്കെ ഇങ്ങനെ കുറുക്ക് രൂപത്തിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടും കൊടുത്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ചോറ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാവും കേട്ടോ ചുമയ്ക്കുന്നത് കാണുമ്പോൾ. പക്ഷേ ചുമ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു തരി പോലും വായിലേക്ക് വെക്കാൻ പറ്റില്ലായിരുന്നു, അപ്പോഴേക്കും ചുമ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ പേടിയായിരുന്നു കേട്ടോ അങ്ങനെ. അപ്പം ഞാൻ കണ്ണന് കൊടുക്കാതിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, കണ്ണാ വേഗം കഴിക്കണം, എനിക്ക് വിശക്കണ്ട, നീ കഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇപ്പോൾ കല്യാണി അവിടെ ചായക്ക് വാങ്ങിയ ഉള്ളിവട കഴിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ കല്യാണി എൻ്റെ വായിൽ കൊണ്ടുവന്ന് വെക്കാണ് കേട്ടോ. സ്നേഹപ്രകടനങ്ങളാണ്. അപ്പോൾ ചില സമയത്തൊക്കെ ഉള്ളൂട്ട് ഇതൊക്കെ ഇടയ്ക്കൊക്കെ വീണ് കിട്ടുന്ന അവസരങ്ങളാണ്. അപ്പോൾ അത് ഞാൻ മുതലാക്കാറുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം ആളുടെ കയ്യിൽ നിന്ന് മേടിച്ചൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കല്ല് പറയാം, ഓ തരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പിന്നെ അവൾ തരുന്നത് കേട്ടോ.